മരിച്ചുപോയ ആളുകളെ മറക്കല്ല കേട്ടോ. നമ്മിൽ നിന്ന് കിട്ടുന്ന തഹ്രീറുകളും നമ്മളിൽ നിന്ന് കിട്ടുന്ന സൂറത്ത് യാസീനും നമ്മിൽ നിന്ന് കിട്ടുന്ന ഇഖ്ലാസ് സൂറത്തുകളും നമ്മിൽ നിന്ന് കിട്ടുന്ന ദുആകളും സ്വദഖകളും പ്രതീക്ഷിച്ചുകൊണ്ട് അവരാ ഖബർസ്ഥാനിൽ കഴിയുകയാണ്. നമ്മുടെ കുട്ടികൾക്ക് നല്ല മന്തി, അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഏതാന്ന് ചോദിച്ചിട്ട് അവർക്ക് നല്ല ഭക്ഷണം കൊണ്ടു കൊടുക്കുമ്പോൾ നമ്മുടെ കുട്ടികളുടെ മുഖത്ത് പുഞ്ചിരി വരും, നമ്മുടെ കുട്ടികളുടെ മുഖം പ്രസന്നമാകും, കുട്ടികൾക്ക് സന്തോഷമുണ്ടാകും. നല്ല ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ സന്തോഷമുണ്ടാകും. അതേ, അവർ പറയുന്ന കളിപ്പാട്ടങ്ങൾ കൊടുക്കുമ്പോൾ അവർക്ക് വലിയ സന്തോഷമുണ്ടാകുമെങ്കിൽ അതൊക്കെ ചെയ്തു തന്ന നമുക്കും അതേപോലെ ചെയ്തു തന്നവനാണ് നമ്മുടെ ഉപ്പമാർ. അതേ, നമ്മേറെ കഷ്ടപ്പെട്ട് വളർത്തിയവരാണ് നമ്മുടെ ഉമ്മമാർ. എത്രയോ രാത്രികൾ അവർ നമുക്ക് വേണ്ടി ഉറക്കൊഴിച്ചിട്ടുണ്ട്. കണക്കില്ലാത്ത രാത്രികൾ അവർ നമുക്ക് വേണ്ടി ഉറക്കൊഴിച്ചിട്ടുണ്ട്. എത്രയോ ദിവസങ്ങൾ നമ്മുടെ കാര്യത്തിൽ അവർ കരഞ്ഞിട്ടുണ്ട്. അവരെ സ്വന്തം ശരീരത്തിലെ രോഗത്തെക്കാളും നമ്മുടെ രോഗത്തെ അവർ കാണുകയും അതിൻ്റെ പേരിൽ പ്രയാസപ്പെടുകയും അതിൻ്റെ പേരിൽ വിഷമിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ മാതാപിതാക്കളെ നാം വിസ്മരിച്ചുകൂടാ. അവർ നമ്മിൽ നിന്ന് കിട്ടുന്ന ഈ ഹദിയകൾ, ഞാൻ ഈ പറഞ്ഞ സൂറത്തുകളും ഖുർആനും സദഖകളും ദുആവും അവരിലേക്കെത്തുമ്പോൾ അവർക്കുള്ളൊരു സന്തോഷമുണ്ട്.